നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ളോഗ്സ് ഗൈസ്. അപ്പോൾ ഞാൻ പാർട്ട് 1 ഇദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്ത ആ വീഡിയോ തന്നെയാണ് ഇനി കണ്ടിന്യൂഷൻ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ബാക്കി ഇവനോട് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഇവൻ എന്തൊക്കെയാണ് ഉത്തരം പറഞ്ഞേക്കുന്നതെന്ന് അറിയണ്ടേ? ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. Have you ever had a moment where you felt super emotional about the baby but you kept it yourself? അതായത് ബേബീനെ കുറിച്ചിട്ടോ, എന്നെ കുറിച്ചിട്ടല്ല, ബേബീനെ കുറിച്ച് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചിട്ട് നീ പെട്ടെന്ന് ഇമോഷണൽ ആയി, പക്ഷെ അത് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടുമില്ല, എല്ലാം നിന്റെ മനസ്സിൽ നീ അടിച്ചമർത്തി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ബാക്കിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയും കൂടി ഒരു കോൺട്രിബ്യൂഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജീവനാണല്ലോ വരുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇമോഷണലി ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇതിലൂടെ ഇങ്ങനെ തോട്ടിലൂടെ ഞാൻ കടന്നു പോകാറുണ്ട്. ഓ ബേബി, അതായത് ഇതൊക്കെ ശരിക്കും സത്യമാണ്, സംഭവം, ഇതൊരു റിയാലിറ്റി. സത്യം പറഞ്ഞാൽ അതന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളവർക്ക് കുട്ടി ഉണ്ടായിട്ടുള്ള ഒരു കഥകളെല്ലാം കേട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഇടയ്ക്കിടയ്ക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പറയാൻ മാത്രം ഇവളോട് അങ്ങനെ പറയാതിരിക്കണമെന്നല്ല, പക്ഷെ ഞാനത് എന്നിൽ തന്നെ അതെ അങ്ങനത്തെ ഒരു ഫീലായ കാരണം ഞാനത്, പക്ഷെ അത് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ ആ ഒരു ഫീലിംഗ്. അതൊരു പ്രത്യേക രസമുള്ള ഫീലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വാട്ട്സ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ അബൌട്ട് ബീയിങ് എ ഡാഡ്? അച്ഛനാവണേന്റെ ഏറ്റവും പേടി തോന്നണ എന്തെങ്കിലും ഉണ്ടോ? അച്ഛനായി കഴിഞ്ഞാലുള്ള തീർച്ചയായിട്ടും ഒരുപാട് ഈ സൊസൈറ്റി ചുറ്റുപാട്, അതായത് ഒരു കൊച്ച് ജനിച്ച് പുറത്ത് വളരുന്നതിൻ്റെയും ആ ഒരു സോഷ്യലായിട്ട്, അതായത് സോഷ്യൽ സെക്യൂരിറ്റി, സേഫ്റ്റി, അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ട്. അത് ഇല്ലയെന്ന് പറയില്ല. അപ്പോൾ നാട്ടില് ആണെങ്കിൽ അങ്ങനെ പേടി പറഞ്ഞാൽ എല്ലാ നാട്ടിൽ ചിലപ്പോൾ അത്ര പേടി ഉണ്ടാവില്ല. ഇത് വേറെ രാജ്യത്തും കൂടെ ആയ കാരണം പൊതുവെ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡിലും പൊതുവെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ രീതിയും ഒക്കെ ഉണ്ടായേക്കാം. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഫേസ് ചെയ്തേക്കാം. അപ്പോൾ അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആവണം, അല്ലെങ്കിൽ ഇമോഷണലി അങ്ങനെ തകർന്നു പോകരുത് എന്തൊരു സിറ്റുവേഷൻ ലൈഫിൽ വന്നാലും. അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിട്ട് പേടിയുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് പേടിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു പാരന്റ് ആവുക എന്നുള്ളതാണ് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പേടിയുണ്ട്. താങ്കളപ്പോ വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചിരിക്കുന്നു. What is the one piece of advice, parenting advice, you have heard that you actually like? അതായത് നിനക്ക് കിട്ടിയ പേരന്റിങ് അഡ്വൈസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഡ്വൈസ്, അതായത് അത് നീ ഫോർവേഡ് നമ്മളുടെ കൊച്ചിനും പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന് നീ വിചാരിക്കുന്ന ഒരു പേരന്റിങ് അഡ്വൈസ്, കൊച്ചിനോട് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന. നല്ല മനുഷ്യനാവുന്നു പറഞ്ഞു നീ ഒരു പ്രാവശ്യം, കൊച്ചു നല്ല മനുഷ്യനായി. അതല്ലാതെ കൊച്ചു വളർന്നു വരുമ്പോഴേ നിനക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും നിനക്ക് കിട്ടിയ ഒരു അഡ്വൈസ് നീ ഇപ്പോഴും ഇങ്ങനെ ഓർത്ത്, നിനക്ക് പിന്നെ അഡ്വൈസ് ഇഷ്ടല്ല ഗൈസ്, ഈ തലമുറകളായി കൈമാറുന്നു എന്നൊക്കെ പറയണ പോലെ അങ്ങനെ അഡ്വൈസ് ഉണ്ട്. എന്റെ അമ്മമ്മ പറയാറുള്ള ഒരു അഡ്വൈസ് ആണ് എന്നോട്. ചെറുപ്പത്തിലാണെങ്കിലും ആരെ പേടിച്ചിട്ടില്ലെങ്കിലും ഉമ്മറത്തെ തൂണിനെങ്കിലും ഒന്ന് പേടിക്കണം. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. അല്ല, ഞാൻ ചെറുപ്പത്തില് അതായത് കുറച്ചൊരു നോട്ടിയായിരുന്നു. അപ്പൊ വീട്ടുകാര് പറഞ്ഞ അങ്ങനെ കേൾക്കാതെ നടന്നിരുന്ന ഒരാളായിരുന്നു. അപ്പൊ ഇടയ്ക്ക് അമ്മമ്മയുടെ കൺട്രോൾ തെറ്റുമ്പോ അമ്മമ്മ പറയാറുണ്ട്, ശ്രീകുട്ട ആരെ പേടിച്ചിട്ടുണ്ടെങ്കിലും ഉമ്മറത്തെ തൂണിനെങ്കിലും പേടിക്കണം. അതായത് അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വീട്ടിൽ അങ്ങനെ പൊതുവെ അച്ഛന്മാരെ പേടിച്ചിട്ടാണല്ലോ മക്കൾ വളരെ പേടിയെന്നല്ല, ഒരു ബഹുമാനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു റെസ്ട്രിക്റ്റ് ചെയ്യണം നമ്മളെ തന്നെ. അപ്പൊ അങ്ങനെ ആരും പേടിയില്ലാതെ വളരുമ്പോ, അങ്ങനെ വളരുകയാണെങ്കിൽ ഉമ്മറത്തെ തൂണിനെങ്കിലും, അതായത്
ഉമ്മറത്തെ തൂണ് എന്ന് പറയണത് എന്താന്ന് പറയാ, സ്ട്രോങ്സ്റ്റ്. അങ്ങനെയല്ല, ഉമ്മറത്തെ തൂണാണല്ലോ ആ വീടിനെ മൊത്തം താങ്ങി നിർത്തുന്നത്. അപ്പൊ തൂണിനെങ്കിലും പേടിക്കണമെന്ന് ഓക്കെ, ഒരു പഴഞ്ചൊല്ലാണ്. പക്ഷെ ആരെങ്കിലും ജീവിതത്തിൽ ഒരാളെങ്കിലും, ഇപ്പൊ ചിലവർ വരെ ദൈവത്തിനെങ്കിലും പേടിക്കണം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലായിരിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൈമാറും. എന്നിട്ട് ആ കൈമാറിയ ഇവൻ അല്ലെങ്കിൽ ഇവൾ നീ കാണിച്ച ഞാൻ ചന്തി കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു നിന്റെ ബിഗ് പാരന്റിങ് അഡ്വൈസ്? നീ ഫോർവേഡ് ആയിട്ട് കൊണ്ടുപോകാൻ പോണെ? ആരെ പേടിച്ചില്ലെങ്കിലും ഉമ്മർത്ത തൂണിനെങ്കിലും പേടിക്കണം. ഷിറ്റ്. ഓക്കെ, വെരി ഗുഡ്. നീ എവിടെ കഴിയാനായി? അയ്യോ, ഇത് ഞാൻ ചോദിച്ച ഹൗ ഡു യു പ്ലാൻ ടു ഹാൻഡിൽ ദോസ് സ്ലീപ്ലെസ് നൈറ്റ്സ്? നീ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അവൻ പ്ലാൻ ചെയ്തിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. പ്ലാൻ ചെയ്തിട്ടില്ല. അവന്റെ ഉറക്കമില്ലാത്ത രാത്രികൾ നീ എന്തെങ്കിലും ഗോ വിത്ത് ദ ഫ്ലോ ആണ്, ഫ്ലോ അനുസരിച്ച് പോവാന്നുള്ളതാണ്. ശരി. What's one childhood memory of yours that you would love to recreate with our baby? ചൈൽഡ്ഹുഡില് എന്തെങ്കിലും മെമ്മറി ഉണ്ടോ? ചൈൽഡ്ഹുഡ് മെമ്മറി അത് റീക്രിയേറ്റ്, അതായത് നമ്മള് ചിലപ്പോ കുഞ്ഞുങ്ങളെ വളരുമ്പോ ഇങ്ങനെ പറയല്ലോ, നീ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തില്, മനസ്സിലായോ? അതേമാതിരി ബേബി റീക്രിയേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ എനിക്ക് അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാനല്ല, പക്ഷെ ഞാനും ചെറുപ്പത്തിൽ കളിക്കാൻ പോണതും, അതായത് നാട്ടിൽ തന്നെ, ഞാൻ നാട്ടിൽ ജനിച്ചു വന്നപ്പോ വൈകുന്നേരങ്ങളില് പാടത്ത് ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോകും, കഴിഞ്ഞ ഫുട്ബോൾ കളിക്കും. അപ്പോൾ അങ്ങനത്തെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫുൾഫില്ലിംഗ് ആയിരുന്നു. അതായത് അങ്ങനെ ഒരു ഹാപ്പിനെസ് അതിലൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കൊച്ചിന് ഇവിടെ അങ്ങനെ ഒരു സറൗണ്ടിങ് ഉണ്ടാവും എന്നറിയില്ല. ഇപ്പോഴും നാട്ടിൽ അങ്ങനെ ഒരു സറൗണ്ടിങ് വളരെ കുറവാണ് പണ്ടത്തെ ഒരു അപേക്ഷിച്ച് നോക്കുമ്പോൾ. പണ്ടൊക്കെ ഞങ്ങൾ ആ ഒരു സമയത്ത്, അതായത് ഞങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെ 90s അങ്ങനെ പറയില്ല, പക്ഷെ എന്നാലും ആ ഒരു ടൈമിൽ കുറച്ചൊരു 4 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ സമ്മതം ചോദിച്ച് കളിക്കാൻ പോട്ടെ എന്ന് ചോദിച്ച് കളിക്കാൻ പോയി. അങ്ങനെ എല്ലാരും കാത്തിരുന്നു, ഓരോരുത്തരെ ചിലപ്പോ വീട്ടിൽ പോയിട്ടൊക്കെ വിളിച്ചോടുന്നു. അങ്ങനെ ചൈൽഡ്ഹുഡ് എന്ന് പറയാൻ പറ്റില്ല ഗൈസ്. അല്ല, 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ ടൈമിൽ ഇപ്പോഴും അവനങ്ങനെ വിട്ടു കഴിഞ്ഞാ അവനെല്ലാരും വീട്ടിൽ നിന്ന് പിടിച്ചോട്ട് വന്ന് കളിക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല. പക്ഷെ അത് ഇപ്പൊ ആ ഒരു അങ്ങനത്തെ ഒരു ഇതല്ല, അങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ആ കൊച്ചിനും അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഇതുണ്ട്. കാരണം അതൊരു നല്ലൊരു എക്സ്പോഷർ ആണ്, ഒരുപാട് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനും, അതായത് നമ്മുടെ ലൈഫിന് മുന്നോട്ടുള്ള സ്റ്റേജിലേക്കുള്ള പലതിൻ്റെയും പാഠങ്ങൾ നമ്മൾ ശരിക്കും അവിടെ നിന്ന് പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അത് ശരിക്കും അങ്ങനെ. അതുകൊണ്ട് ഇവൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്, നിനക്ക് അതിന്റെ സുഖം ഒന്നും അറിയില്ല, ബിക്കോസ് ഇവൻ നാടനും ഞാൻ മോഡനും ആണ്. അല്ല, ഞാനിങ്ങനെ ശരിക്കും പറമ്പിലും പാടത്തൊന്നും കളിക്കാൻ പോയിട്ടില്ല, എനിക്ക് കുറെ ഫ്രണ്ട്സും ഇല്ല. അപ്പൊ ആ ഒരു പറഞ്ഞതിന്റെ ആ ഒരു കുട്ടൻസ് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞാൻ കളിക്കാൻ പോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം പറഞ്ഞിട്ട് കളിക്കാൻ വിടാം. 7 മണിയാകുമ്പോ തിരിച്ചെത്തണം എന്ന് പറയണം. നീ തിരിച്ചെത്തുമായിരുന്നോ? പിന്നെ ആദ്യമൊക്കെ എത്തുമായിരുന്നു. പിന്നെ എന്റെ അമ്മയുടെ അച്ഛനൊക്കെ ഉള്ള ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. 6:30 എത്തണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എത്തിയിരുന്നു. കാരണം മൂപ്പര് ചൂരിലേറ്റ് അടിക്കും. ഇവിടെ അടിക്കാൻ പോയിട്ട്. ഓക്കെ, if our baby could inherit just one trait from you and one from me, what would you choose? Beautiful question. അതായത് നമ്മൾ രണ്ടുപേരിൽ നിന്നും ഓരോ നല്ല കാര്യങ്ങൾ കുട്ടിക്ക് കിട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നീ എന്ത് ചൂസ് ചെയ്യും? എന്നിൽ നിന്നും ഒരു നല്ല ഗുണം, നിന്നിൽ നിന്നും ഒരു നല്ല ഗുണം, അതെന്തായാലും കൊച്ചിന് കിട്ടിക്കോട്ടെ എന്ന് നീ ആഗ്രഹിക്കുന്നത്. ആദ്യം നിന്റെ കേൾക്കാം, കാരണം എന്റെ ഒത്തിരി നല്ല ഗുണങ്ങളുണ്ടല്ലോ. പറയൂ. നല്ല ഗുണം എനിക്കറിയില്ല. അത് നീ ഇങ്ങനെ, അയ്യോ ഞാൻ സ്വയം എങ്ങനെ പറയാ, ഞാൻ ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് ഞാൻ പറയാം. നിനക്ക് തോന്നണ ഇത് എന്റെ കൊച്ചിന് കിട്ടിക്കോട്ടെ, അവന് നല്ലതേ വരുള്ളൂ, ഇതുകൊണ്ട് എന്റെ ഈ സ്വഭാവം കൊണ്ട് ഒരു ദോഷം ആർക്കും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു സാധനം. ഹെൽപ്പിംഗ് മെന്റാലിറ്റി കുറച്ചുകൂടി നല്ല രീതി. ഞാൻ അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട് ഒരാളെന്നല്ല, പക്ഷെ എന്നാലും അതെ, ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഈ പലതരം ഹെൽപ്പ് ഉണ്ടല്ലോ, ഇമോഷണലി, ഫിസിക്കലി, അത് നമ്മള് ഫിനാൻഷ്യലി ഹെൽപ്പ് വേണം എന്നില്ല. എൽഡേഴ്സിനോട് കൈൻഡ് ആയിട്ട് പെരുമാറുക, അങ്ങനത്തെ ഒന്ന് മതി. ഓക്കെ, അപ്പൊ ഇവന്റെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി, അതായത് ഞാനാണ് ഉത്തരം പറയേണ്ട, ആന്റിയും അല്ലാതെ ഈ അല്ല പറയുന്നത്. ഞാനൊന്നും പറയണില്ലല്ലോ.
അപ്പൊ ഹെൽപ്പിംഗ് മെന്റാലിറ്റി കൊച്ചിന്റെ ഇവന്റെ അടുത്തുനിന്ന് കിട്ടിക്കോട്ടെ. പിന്നെ കൊച്ചിന് ഇവളുടെയാണ് ഒരു ക്യാരക്ടർ, ഇവളുടെയാണ് ഒരു നല്ല ഗുണം വെച്ചാല് ഇവളുടെ ബുദ്ധി. അതായത് സത്യം പറയണം, ഇല്ല ഇവൻ സ്കൂട്ടായതാന്ന് ഞാൻ പറയും. ബുദ്ധിന്റെ അല്ല, ബുദ്ധി ഇവന്റെ ബുദ്ധി കിട്ടിയാൽ മതി. ഇവനാണ് എന്റെ കാട്ടിലെ എല്ലാത്തിനും ബുദ്ധിയല്ല, ട്രെയ്റ്റ്. ബുദ്ധി ഈസ് നോട്ട് എ ട്രെയ്റ്റ്. ആ ബുദ്ധി നമ്മുടെ രണ്ടുപേരുടെയും പാതി കിട്ടും. ബുദ്ധിയല്ല, ട്രെയ്റ്റ്. ഇപ്പൊ നിനക്ക് ഹെൽപ്പിംഗ് എന്റെ ഒന്നും ഇല്ലാട്ടാ. അതാണ് ഇത് ഈ സൈലൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഹെൽപ്പിംഗ് ട്രെയ്റ്റ് എന്ന് പറഞ്ഞല്ലോ, ഒരു സ്വഭാവം അല്ല, സ്വഭാവത്തിൽ ഇത്രയും ആലോചിക്കാം. ഒരു വാക്ക് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞുതരാം, ക്രിയേറ്റിവിറ്റി. അത് ട്രെയ്റ്റ് ആയിട്ട് എവിടെന്തൊക്കെയോ വീട്. എന്റെ സ്വഭാവത്തിന് ഒരു ഗുണോ ഇല്ലാട്ടാ. ക്രിയേറ്റീവ് ഹെഡ് ആയിക്കോട്ടെ, തേങ്ങാക്കോല. ഇത് ഞാൻ കുറച്ചും കൂടി നീ എന്നെ തള്ളി മറക്കുന്നു വിചാരിച്ചു. ഈ ആദ്യം പറഞ്ഞുകൊടുത്ത പോയിന്റ്, ഈ വീഡിയോ ആദ്യം കാണുകയാണെങ്കിൽ ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും എക്സാജുറേറ്റ് ചെയ്ത് പറയണ്ട, എല്ലാം ഉള്ളത് പോലെ പറയാം. എനിക്ക് ക്രിയേറ്റിവിറ്റി മാത്രമേ ഉള്ളൂ, എന്നിനൊരു 10 ചോദിക്കാൻ 2 പറ. ഇല്ല, ചോദ്യത്തില് വെള്ളമാരത്തിന് നല്ലൊരു ബുദ്ധിയും സ്വഭാവം, അതായത് വേണ്ട, ഇനി വേണ്ട, എനിക്ക് സങ്കടമായി പെരുമാറാനുള്ളത് വേണ്ട. അയ്യോ വേണ്ട. ഓക്കെ, അപ്പൊ കൊച്ചിക്ക് നല്ല ക്രിയേറ്റീവ്, മനസ്സലിഞ്ഞ് സഹായിക്കാനുള്ള 2 ഗുണങ്ങൾ ഞങ്ങളുടെ ബേബിക്ക് ഉണ്ടാവട്ടെ കേട്ടോ മോനെ കുട്ട. എന്നാലും നീ അതിൽ എന്നെ തളർത്തി, നിന്റെ മനസ്സിന്ന് പോടില്ല. ഓക്കെ, വാട്ട്സ് ദ വൺ ബേബിയോ? അയ്യോ, അത് ഞാൻ ചോദിച്ചതാ. How will we keep our relationship strong after baby arrives? അപ്പൊ അതും ഒരു വലിയൊരു, ഞാൻ ഇവനോട് ഇടയ്ക്ക് പറയാറുണ്ട്, എന്നെ മറന്നു പോവാ ഇനി ബേബി വന്നു കഴിഞ്ഞാൽ. അങ്ങനത്തെ ചെറിയ ഒരു കുണിറ്റ് സാധനങ്ങൾ എനിക്കുണ്ട്, വന്നിട്ടുണ്ട് എന്നല്ല. പണ്ടങ്ങനെ ഞങ്ങളുടെ ഇടയ്ക്ക് വരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ആരെങ്കിലും ഇടയ്ക്ക് വന്നാൽ തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെ ആരും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് അല്ലേ, കാരണം ഞങ്ങളുടെ സ്നേഹം, ഇവന്റെ സ്നേഹം പങ്കിടാൻ പോവാണല്ലോ. ആ ഒരു സംഭവം ഉണ്ട്. ഇവന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും വീട്ടുകാരാണെങ്കിലും വേറെ എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇവന്റെ സ്നേഹം അങ്ങ് പോകുമെന്ന് എനിക്ക് ആ പേടിയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ ബേബി വന്നാലേ, അപ്പൊ എന്തായിരുന്നു ചോദ്യം? എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബേബി വന്നാലും സ്ട്രോങ് ആക്കി വെക്കാൻ പോകുന്നത്? അതോ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കും. അല്ലാതെ പ്രത്യേകിച്ച് കുറച്ചുകൂടി എക്സ്ട്രാ കെയർ എപ്പോഴും ബേബിക്ക് തന്നെ ആയിരിക്കും കൂടുതൽ. എന്റെ ബേബിക്കോ? ഏത് ബേബി? എന്റെ ബേബി 2 ബേബി എന്റെ ബേബീസ് തന്നെയാണ്. അപ്പോ 2 ആൾക്കാർക്കും ഉള്ള സ്നേഹം എനിക്ക് അങ്ങനെ, ഞാൻ 2 ആയിട്ട് ചിന്തിച്ചാലല്ലേ ഒരു പ്രശ്നം വരുന്നുള്ളൂ. ഞാൻ അങ്ങനെ 2 പേഴ്സണായിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതായത് 2ഉം ഒന്ന് തന്നെയാണ്. ഞങ്ങൾ 3 ഒന്നാണ് ഗൈസ്. അതാണ്. അപ്പൊ അങ്ങനെ നീ ചിന്തിച്ചിട്ടില്ല, പക്ഷെ നീ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അതിന്റെ പേരിലൊക്കെ ഞാൻ അടികൂടി എന്ത് ചെയ്യും? ഞാൻ തിരിച്ചു 2 തരും. വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ടില്ല നീ അതിനെ കുറിച്ച് അങ്ങനെ. ഓക്കെ, വാട്ട്സ് കഴിഞ്ഞു. ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻസ്. വാട്ട്സ് വൺ തിങ് യു വോണ്ട് ടു പ്രോമിസ് അവർ ബേബി റൈറ്റ് നൗ? കൊച്ചിത് വന്ന് ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ ചിലവര് പറയും ലൈക്ക് കിട്ടാനും ഷെയർ കിട്ടാനും ഒന്നുമല്ലാന്ന്. പക്ഷെ ഞാനിത് വീഡിയോ എടുക്കുന്നത് ആരെങ്കിലും ലൈക്ക് ചെയ്യാനും കാണാനൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് ഡോക്യുമെന്റ് ചെയ്ത് ഞാൻ നമ്മുടെ ബേബിക്ക് ഇത് കാണിക്കും. ഒരു 10, 12, 20 വയസ്സാവുമ്പോ അപ്പോഴേക്കും നമ്മൾ ഉണ്ടെങ്കിൽ ഞാൻ അവനെ ഇരുത്തി കാണിക്കും. നിന്റെ അച്ഛൻ അന്ന് നീ വരുന്നതിന്റെ മുന്നേ പ്രോമിസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ കൊച്ചിന് അമ്മേ കൊടുക്കാനുള്ള ഒരു പ്രോമിസ്, ഇപ്പൊ കൊടുക്കാനുള്ള പ്രോമിസ്. കൊച്ചിന് ഞാൻ എന്റേതായിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങള് നല്ലൊരു എൻവയൺമെന്റ് അവൻ സ്വന്തമായിട്ട്. അവൻ എന്ന് പറയുമ്പോ ഇനി ഞാൻ അല്ലെങ്കിൽ ബേബിക്കുട്ടൻ എന്ന് പറഞ്ഞ എല്ലാരും പറയാണ്. അല്ല, എന്നാ കൊച്ചിന്, അതായത് ഞങ്ങള് 2 ആളും ബേബിക്ക്
നല്ലൊരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും അവന്, അല്ലെങ്കിൽ ആ ബേബിക്ക് സ്വന്തം കാലിൽ അല്ലെങ്കിൽ സ്വന്തം ഡിസിഷൻ എടുക്കാനാവുന്ന ഒരു ഏജ് ആവുന്ന വരെ നമ്മൾ നല്ലൊരു എൻവയൺമെന്റ് പറയുമ്പോൾ അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് അവനെ അങ്ങനെ പൊന്നാരിച്ച് വളർത്തുന്നല്ല, പക്ഷെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഞങ്ങൾ എന്നും ഉണ്ടാക്കാൻ കോൺഷ്യസ് ആയിട്ട് തന്നെ എന്താ പറയുക ചെയ്യും. അതെ, അങ്ങനെ നല്ലൊരു എൻവയൺമെന്റിൽ വളർന്നാൽ ശരിക്കും നമ്മുടെ ഫ്യൂച്ചർ ആണല്ലോ ബേബി എന്ന് പറയുമ്പോൾ. എൻ്റെ മാത്രമല്ല, പൊതുവെ നമ്മുടെ തലമുറയുടെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഒരു ഫ്യൂച്ചർ ആണല്ലോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചുറ്റുപാടുകളും ഒരുക്കി കൊടുക്കും. ബാക്കിയെല്ലാം ഒരു ഫെയ്റ്റ് ആണ്, വിധി പോലെ തന്നെയാണ്. പക്ഷെ എന്തായാലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതിനൊരു കുറവും ബാക്കി എന്ത് കുറഞ്ഞാലും അല്ലേ നല്ലൊരു മനുഷ്യനാണ്. ഹൈഫൈ ഫെസിലിറ്റീസ് അതെല്ലാം ഉദ്ദേശിക്കുന്നത് ഞാന്, പക്ഷെ അത് നല്ലൊരു എൻവയൺമെന്റ്, നല്ലൊരു ചുറ്റുപാട്. അതായത് നാളെ അതാ ആരെയും ദ്രോഹിക്കാതെയും മനസ്സിലായി അതന്നെ മനസ്സിലായി. അതാ പറഞ്ഞ വലിയ ഹൈഫൈ നമ്മളെ കൊണ്ട് പറ്റാവുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. ഇപ്പൊ ഒരു പെന്ന് വാങ്ങാനുള്ള ജെൽപ്പെന്ന് വാങ്ങാനുള്ള കഴിവുണ്ടെങ്കിൽ ജെൽപ്പെന്ന് വാങ്ങി കൊടുക്കും. പക്ഷെ ആ എഴുതുന്നത് ആ കണ്ടന്റ് ഞങ്ങൾ വൃത്തിയാക്കാനുള്ള സംഭവം അല്ലേ. അവന് എഴുതുന്നതിലാണല്ലോ കാര്യം, അല്ലാതെ പെന്നിന് എത്ര വില ഉണ്ടെന്നല്ലല്ലോ കാര്യം. അപ്പൊ ആ കണ്ടന്റ് ഞങ്ങൾ വൃത്തിയായിട്ട് അവന് എഴുതാൻ പറ്റുന്ന പോലെ ഞങ്ങൾ അവനെ മോൾഡ് ചെയ്തെടുക്കും. നിന്റെ അമ്മയാടാ മിടുക്കി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Whom will you love more, me or the baby? ഇല്ല പറ്റില്ല. ആദ്യത്തെ ബേബി ഇവളാണ്. അപ്പൊ ഇവള് കഴിഞ്ഞിട്ട് ബേബി. പിന്നെ ആ ബേബി എന്ന് പറയുമ്പോ കുറച്ചും കൂടി ചെറുതല്ലേ, പ്രായം കുറവല്ലേ. അതാണ് പ്രശ്നം. അല്ല, ഇവള് കുറച്ചും കൂടി പ്രായം കൂടി മെച്ചുവേർഡ് ആയതല്ലേ. ഇവൾക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ദൈവം കൊടുക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഞാന് കൊച്ചിനെ, അതായത് ആ കുറച്ചു കാലം ചെറുപ്പത്തിലൊക്കെ ഒന്ന് നന്നായി സ്നേഹിക്കും. കാരണം ആ സ്നേഹം വേണ്ടേ, അച്ഛന്റെ സ്നേഹം റിക്വസ്റ്റ് ചെയ്യണ പോലെ. അപ്പൊ എന്നാലും ഈ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവളവന്റെ ആദ്യത്തെ ബേബി. ഇവള് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എനിക്ക് വേറെ ഏത് ബേബി ആണെങ്കിലും. ഏത് ബേബി വേണ്ട, ഈ ബേബി. അതായത് ഇതും അതിനപ്പുറം ഇപ്പൊ എലോൺ മേഴ്സ്കിന് 14ാമത്തെ കുട്ടിയുണ്ട്. അതാരാണ്? എനിക്ക് മേഴ്സ്കിനെ ഒന്നും അറിയില്ല. ടെസ്ലയുടെ ഓണറിന് അങ്ങനെയൊക്കെ പറ്റും. നമ്മള് ടെസ്ല അല്ല, നമ്മളിപ്പോ പെന്നിന്റെ കഥ പറഞ്ഞില്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഇനി ഞാനായിട്ട് കണ്ടുപിടിച്ച കുറച്ച് മുദ്രകൾ ആലോചിച്ച് ഇല്ല, ഇതൊക്കെ തന്നെ ഉള്ളു. അത് അവൻ IPL കാണാനുള്ള ഇതിലാണ് ഗൈസ്. എന്തായാലും അങ്ങനെ ഡാഡ് ടു ബിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. Are you ready for the big adventure? Are you ready? ഇപ്പൊ റെഡി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കൊറേ ഈ പരീക്ഷയ്ക്ക് കണ്ടുപഠിച്ചു കേട്ടു പഠിച്ചും നോക്കി വായിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാം എന്റെ തലയിലുണ്ട്. ഓക്കെ, ഇനി ഇതൊക്കെ പരീക്ഷ പേപ്പറിൽ നമ്മൾ എഴുതിയാലല്ലേ റിസൾട്ട് കിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ എഴുതുമോ ഇല്ലയോ ആണ് ഇനി നോക്കേണ്ടത്. ടെൻഷൻ ഉണ്ടോ ചോദിച്ചാ ഇപ്പൊ ടെൻഷൻ ആ സമയത്ത് വരും, ഉറപ്പാണ്. ഇപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. പിന്നെ ഇടയ്ക്ക് അങ്ങനെ. പക്ഷെ നമ്മളെന്തായാലും അതന്നെ. പക്ഷെ ഇതൊരു ചെറിയ, എനിക്ക് എന്നോട് പറയാമല്ലോ, നന്നായി സ്ട്രോങ് ആയിട്ടിരിക്കുക. ഇതുവരെ ഇപ്പൊ ഈ 9 മന്ത് ജേർണിയിലാണെങ്കിലും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഫിസിക്കലിയും മെന്റലിയും ഇമോഷണലിയും ഞാൻ വിചാരിച്ചതിനെക്കാട്ടും. അതായത് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഇവളല്ലെങ്കിൽ കുറച്ചും, ഞാൻ പറയുമ്പോ പ്രഗ്നൻസി ആയതിനു ശേഷം ഇവിടെ കുറച്ചും കൂടി ഇമോഷണലി മെച്ചുവേർഡ് ആയത് അപ്പോഴാണ്. ഇവിടെ അതിന് മുന്നേ അത്ര മെച്ചുവേർഡ് അല്ലായിരുന്നു. ഇമോഷണലി ഭയങ്കര വീക്കാണ്. അതായത് അങ്ങനെയല്ല, ഇമോഷണലി മെച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ഇപ്പൊ ഞാൻ പറയുമ്പോ ഈ 9 മന്തിൽ ഗ്രാജുവലി ഭയങ്കരമായിട്ട് മെച്ചുവേർഡ് ആയിട്ട് മോൾഡ് ആയിട്ടുണ്ട്. അതിന് ഇത് കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊട്ടിച്ചിരി അല്ല, എല്ലാ കുറെ പേർക്ക് ഇങ്ങനെ ഹോർമോണൽ ചേഞ്ചും ഇമോഷണൽ ഇംബാലൻസ് സംഭവിക്കുന്ന ഒരു സമയമാണ്. ഞാൻ ഒത്തിരി, അതായത് ഒരു 80% സ്ത്രീകൾ പറയുന്ന ഒരു സംഭവമാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാനും അതെ, ഒരുപാട് ഹസ്ബൻഡ്സ് വീഡിയോ കണ്ടിട്ടല്ല, അല്ലാതെ ആൾക്കാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് പേഴ്സണലി ഇവിടെ കുറച്ചും കൂടി എനിക്ക് ബുദ്ധിമുട്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഞാൻ അതിന് ഭയങ്കരമായിട്ടുള്ള വേഴ്സ്റ്റ് കേസ് സിനാരിയോന് പ്രിപ്പയർഡ് ആയിരുന്നു.
പക്ഷെ എനിക്ക് തോന്നുന്നു അവസാനത്തെ ഭയങ്കരായിട്ട് ഇല്ല, പക്ഷെ ആദ്യത്തെ 2 ട്രൈമസ്റ്റർ ഞാൻ പറഞ്ഞ നിങ്ങളോട് ഷെയർ ചെയ്ത പോലെ തന്നെ ആയിരുന്നു. എനിക്ക് അങ്ങനെ ഇമോഷണലി ഞാൻ ഭയങ്കരമായിട്ട് ചിലപ്പോ ആ സിറ്റുവേഷൻ ഇവൻ ഒരുക്കാത്തോണ്ടോ ചുറ്റിനും ആ സിറ്റുവേഷൻസ് ഒന്നും വരാത്തോണ്ടോ ആണ്. പക്ഷെ അങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും 3rd ട്രൈമസ്റ്ററിലാണ് പിന്നെ ഞാൻ കുറച്ച് ദേഷ്യം കുറച്ച് കൂടുതലുണ്ടോന്ന് എനിക്ക് തന്നെ തോന്നണത്. അല്ലേ? നീ ഇത്ര ഇല്ല അങ്ങനെ പൊതുവെ എനിക്ക് തോന്നിയില്ല. വളരെ റെയർ ആയിട്ട് ഇപ്പൊ മനുഷ്യന്മാർക്ക് ഗർഭിണി ആവണമെന്നില്ല, എല്ലാവർക്കും ദേഷ്യം വരും, അതൊക്കെ ഉണ്ട്. ദേഷ്യം വരാറുണ്ട്. പക്ഷെ എനിക്ക് ഈ 2 ട്രൈമസ്റ്റർ എനിക്ക് തോന്നുന്നു ആ ഒരു ഇപ്പൊ ഇനി ആവാൻ പോണേന്റെ ഒരു ടെൻഷനും ഫ്രസ്ട്രേഷനും ഒക്കെ സബ് കോൺഷ്യസ് ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ, അതിങ്ങനെ മുളപ്പൊട്ടി വരിക എന്ന് വിചാരിക്കും. അത് അല്ലാതെ ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കാമായിരുന്നു ഈ ഒരു പ്രഗ്നൻസിയിൽ. മുന്നോട്ട് കൊണ്ടുപോയത് വെരി ഗുഡ് വെൽ ഡൺ. നീയും നന്നായി എല്ലാത്തിനും കൂട്ടുനിന്ന് സഹകരിച്ചു. ഇനി ഈ സഹകരണം ഉറക്കില്ലാത്തതിനും കാണും. ഓക്കെ ഗൈസ്, അപ്പൊ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ 37th വീക്കാണ്, 9th മന്ത് എൻറ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി ഡെലിവറിക്ക് ശേഷം ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഇല്ല ഇപ്പൊ ഞാൻ അപ് ടു ഡേറ്റ് ആണ്. ഇത് ചിലപ്പോ നിങ്ങൾ 2-3 ദിവസത്തിന്റെ ഉള്ളിൽ കാണും, കാരണം ഇന്നാണ് IPL തുടങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഡേറ്റ് ഇത്. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സത്യം നിങ്ങൾ ഇതൊന്ന് കണ്ടോക്കൂ. ഞാൻ ഭയങ്കര രസമാണ് വീഡിയോസ് ഒക്കെ, ഭയങ്കര ഫണ്ണിയാണ്, ഞാൻ ഭയങ്കര രസമാണ്. പക്ഷെ എന്റെ വീഡിയോസ് ഒന്നും കേറുന്നില്ല. ദാറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാൻ വന്നത് ഡെലിവറി വ്ലോഗ്. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, കാരണം എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ആ സാഹചര്യത്തില്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ മാനസികമായി ഞാൻ ഇവനെയും പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എടുക്കാന്ന്. പക്ഷെ അന്നത്തെ ആ ഒരു സമയത്ത് സിറ്റുവേഷൻ ആണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ അത്ര സ്റ്റബേൺ അല്ല, ഈ വീഡിയോ വേണം, നമുക്ക് ആ സിറ്റുവേഷൻ കുറച്ചുകൂടി നന്നായി പോവാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ എനിക്ക് കൂടെ തന്നെ ഈ വീഡിയോ എടുക്കണം എന്നുണ്ട്. അപ്പൊ നോക്കാം എല്ലാ സാഹചര്യം, പിന്നെ എല്ലാം നിന്റെ കഴിവ് പോലെ ഇരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് കഴിഞ്ഞിട്ടും വ്ലോഗ് വരും. ഞാൻ ഡെലിവറിക്ക് പോണ പോലെ ഉണ്ട്. ഓക്കെ ഗൈസ്, ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വ്ലോഗ്. അമ്മേ എത്രയായി സമയം? 1/2 മണിക്കൂർ.